ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ആദില. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ് എല്ലാം നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങൾ ഏതാണെന്ന് ഇഷ്ടപ്പെട്ട ഫേസ് വാഷ് അത് വെച്ചിട്ട് ഫേസ് എല്ലാം വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വേണം കേട്ടോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇതിന് 5 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം പോയി അതാണ് ഇപ്പോൾ ഇങ്ങനെ വൈറ്റ് ഫുള്ളായിട്ട് വൈറ്റ് പാട്ട പോലെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് കണ്ട. അപ്പോൾ നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസറിനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നല്ല ക്രീമി ടെക്സ്ചറായിട്ട് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രൈസ് ഒന്നും കൊടുത്തിട്ട് മോയ്സ്ചറൈസർ വാങ്ങിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 5 രൂപൻ്റെ ഇത് ഭയങ്കര വേർത്താണ്. അപ്പോൾ ഒരു 5-6 പ്രാവശ്യമല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് ഗ്ലോയി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്തവർക്ക് അറിയായിരിക്കും. അപ്പം നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഈ വെയിലത്താണ് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ഞാനിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹുദ ബ്യൂട്ടിൻ്റെ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇത് കണ്ട കുറേ യൂസ് ചെയ്ത് ഇതിൻ്റെ പരിപ്പളകിയിട്ടുണ്ട്. അപ്പം നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൈമറാണ്. 100-200 സംതിങ് ആ ഒരു റേഞ്ചേ ഉള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട് ഒരു ജെല്ലി, ഒരു അലോവേര ജെല്ലെല്ലാം പോലെയുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതാ കണ്ട. അപ്പോൾ പ്രൈമർ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മേക്കപ്പ് ഒന്ന് ഫേസിലങ്ങ് ഇറങ്ങി ഫേസിനാകെ പിമ്പിൾ വരുന്നതും എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് മേക്കപ്പ് കുറച്ച് ലാസ്റ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈമർ നല്ല വെർത്താണ്. ഇനിയിപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം യൂസ് ചെയ്യുന്നത് ഈ ഒരു കൺസീലറാണ് കേട്ടോ. ഈ ഒരു കൺസീലർ തന്നെയാണ് ഞാൻ ഫൗണ്ടേഷനായിട്ടും എല്ലാം മൊത്തത്തിൽ യൂസ് ചെയ്യൽ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൺസീലർ പൊതുവേ കണ്ണിന് താഴെയാണ് അപ്ലൈ ചെയ്യുക. ഞാൻ പക്ഷേ ഫൗണ്ടേഷനായിട്ട് മൊത്തത്തിൽ അപ്ലൈ ചെയ്യലുണ്ട്. ഇനി ലാസ്റ്റായിട്ട് പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ഈ സാധാരണ നോർമൽ ഈ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യൽ, ഈ പോൺസിൻ്റെ. അപ്പോൾ ഇത് നല്ല അടിപൊളി പൗഡറാണ്. ഇതിൻ്റെ ഈ ഒരു കളർ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചൊന്നും എടുത്തിട്ടുണ്ട് കണ്ട. ഒരു വൈറ്റ് കളറല്ല, ഒരു യെലോയിഷ് കളർ, ആ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പൗഡർ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിരുന്ന ഒരു പൗഡറാണ്. നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട ആ ഒരു ഫീൽ തന്നെ തരും. അപ്പോൾ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ ഒരു പൗഡർ വാങ്ങിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ മറ്റേ കോമ്പാക്റ്റ് പൗഡറൊന്നും യൂസ് ചെയ്യലില്ല. ഇപ്പോൾ കുറേ ആയി കോമ്പാക്റ്റ് പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട്. ഞാൻ അധികവും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത പൗഡേർഡ് ആയിട്ടുള്ള പൗഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡറിന് റേറ്റ് വരുന്നത് 72 രൂപയാണ്.
കണ്ട 72 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച എല്ലാ പ്രൊഡക്ട്സും 200 രൂപയിൽ താഴെയാണ്. 200 ഇല്ല, ഭയങ്കര വേർത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലെ മേക്കപ്പ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനാകെ 20 രൂപ ആ ഒരു റേറ്റേ ഉള്ളൂ കേട്ടോ. ഇത് കളറില്ലാത്ത ടൈപ്പ് ലിപ് ബാം ആണ്. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഇനി ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതേനു. 115 രൂപ 145 രൂപയാന്ന് തോന്നുന്നത്. 2 ലിപ്സ്റ്റിക്ക് ഇതേപോലത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പം നല്ല അടിപൊളി ഷെയ്ഡാണ്, അത്രയും വേർത്താണ്. 2 എണ്ണമാണ് നമുക്ക് 145 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേർത്താണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലിപ് ബാം മസ്റ്റ് ആണ് കേട്ടോ. ലിപ് ബാം അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ലിപ് ബാം ഇല്ലാണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കണ്ട ഒരു ലിക്വിഡ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ലൊരു ഓറഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ലാസ്റ്റ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫേസിൽ അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ സിമ്പിൾ മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്മോക്കി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാജൽ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് താഴലും മേലും ഇതിനെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിലിൽ കൂടെ ഞാൻ താഴലും ഈ പോളൻ്റെ മേലെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പറ്റാത്തത്. ഇങ്ങനെ കണ്ണാടി ഇല്ലാണ്ട് എനിക്ക് എന്തായാലും അടുത്ത് പോകാണ്ട് എനിക്ക് കണ്ണെഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ണിൻ്റെ മേലിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ നോ മേക്കപ്പ് ലുക്കാണ് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികം അങ്ങ് ഓവറാക്കുന്നില്ല. ഇനിയിപ്പം മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ലിപ്സ്റ്റിക്കിനെക്കാളും പൊതുവേ ഇഷ്ടം, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും മസ്കാര മസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കൺപീലിയെല്ലാം നല്ല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഈ ഒരു മസ്കാരയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. അത് നമ്മൾ മസ്കാരയും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാം. ഞാൻ പൊതുവേ ഐബ്രോ അങ്ങനെ ഫിൽ ചെയ്യലില്ല, എന്നാലും വെറുതെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ ഐബ്രോ അങ്ങനെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഐബ്രോ എന്തോ ഒരു മേച്ചില്ലാത്ത പോലെയാണ്. അപ്പോൾ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ലാക്കിയിട്ടേ ഉള്ളൂ. ഐബ്രോ അങ്ങനെ വരക്കുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാം, ഐഷാഡോ ഇതൊന്നും ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടാണ്, മൊത്തത്തിൽ അത്ര കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ ചെറിയൊരു രീതിക്കാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലഷ്, ഐഷാഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈവൻ ഐലൈനർ പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.